ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തെരണ്ടിക്കറിയുടെ റെസിപ്പിയാണ്. വളരെ രുചിയുള്ളൊരു മീനാണ് കേട്ടോ തെരണ്ടി എന്ന് പറയുന്നത്. നമുക്ക് കടൽ മത്സ്യമാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മളിത് കഴിക്കുമ്പോൾ അതിൻ്റെ മാംസത്തിന് ഒരു നല്ല സോഫ്റ്റാണ് അതിൻ്റെ മാംസത്തിന്. പിന്നെ മുള്ളാണെങ്കിലും ഒട്ടും കട്ടി ഇങ്ങനെ ഹാർഡല്ല. അത് കുട്ടികൾക്ക് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ തെരണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾ പൊടി, ഉപ്പ്, കുറച്ച് പുളിവെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മസാല ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് വറുത്ത് അരച്ച് ഈ കറിയിലേക്കിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുറുകി വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു രുചി വരുന്നത്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് കുറുകി വറ്റിച്ചെടുക്കണം. വളരെ ടേസ്റ്റുള്ളൊരു മീനാണ്. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പുട്ടും കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേക രുചിയാണ്. പുട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പലഹാരം എന്തുണ്ടാക്കിയാലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. വറുത്തരച്ച കറിയാണല്ലോ, അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും കൊടുക്കാനും നല്ലതാട്ടോ. മുള്ളൊന്നും അധികം ഹാർഡല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.